കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഒരു ചാപ്റ്റർ എടുത്തിട്ടുണ്ടായിരുന്നു അല്ലെ, ഹാച്ചിയുടെ സ്റ്റോറി. അപ്പൊ നമുക്കൊന്ന് നോക്കാം അതിലത്തെ വൺ ഓഫ് ദ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, മരെ ഹുए ഹാച്ചി की खुले आंखों को जैसे अब भी इंतजार था विचार करे. യുഎൻഒ എന്ന് പറയുന്ന പ്രൊഫസർ ഒരു ദിവസം ദസ്തക്കിലോട്ട് അല്ലെങ്കിൽ ഓഫീസിലോട്ട് പോകുന്ന വഴി അല്ലെങ്കിൽ പോയി കഴിഞ്ഞിട്ടാണ് മരിച്ചത് അല്ലെ. അപ്പൊ തന്റെ യജമാൻ അല്ലെങ്കിൽ തന്റെ മാസ്റ്റർ തിരിച്ചു വരുമെന്നുള്ള പ്രതീക്ഷയിൽ ഹാച്ചി ആ റെയിൽവേ സ്റ്റേഷനിൽ തന്നെ ഉണ്ടായിരുന്നു. സോ അങ്ങനെ കാലങ്ങൾ അവിടെ നിന്ന് മരിച്ചു പോകുന്നുണ്ട് ഹാച്ചി. സോ നമുക്ക് നോക്കാം, മരിച്ചു പോയി കഴിഞ്ഞിട്ടും ഹാച്ചിയുടെ കണ്ണുകൾ തുറന്നിരിക്കുകയായിരുന്നു. അപ്പൊ അത് കാണുന്ന ആൾക്കാരുടെ ഫീൽ എന്തായിരുന്നു? യജമാന് വേണ്ടി ഹി സ്റ്റിൽ വെയിറ്റിംഗ്, ഇപ്പോഴും കാത്തിരിക്കുന്ന പോലെയാണ് ഹാച്ചി എന്ത് ചെയ്തത്, ആ കണ്ണുകൾ തുറന്ന് മരണപ്പെട്ടത്. അപ്പൊ നമുക്ക് അതിന്റെ ഒരു ആൻസർ നോക്കാം. യെസ്, അപ്പൊ ഇവിടെ നമുക്ക് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്, ഹാച്ചി അപ്നെ മാലിക് പ്രൊഫസർ സി ബഹുത് പ്യാർ കർത്താ താ. നമുക്ക് ചാപ്റ്ററിൽ മനസ്സിലാവുന്ന ഒരു കാര്യമാണ്, ഹാച്ചിക്ക് തന്റെ മാസ്റ്ററിനെ വളരെയധികം ഇഷ്ടമായിരുന്നു. വ മൂക്ക് ജാൻവർ കെ പ്രേം സമർപ്പൺ ഓർ പ്രതീക്ഷ സബ്കോ ആശ്ചര്യ കർ ദേതാ ഹൈ. മൂക്ക് ജാൻവർ എന്ന് പറഞ്ഞാൽ സംസാരിക്കാൻ കഴിവില്ലാത്തൊരു മൃഗം അല്ലെ. അതിന്റെ സ്നേഹം, അതിന്റെ സമർപ്പണം, ഡെഡിക്കേഷൻ ഒക്കെ നമ്മൾക്ക് എല്ലാവർക്കും വളരെയധികം സർപ്രൈസിങ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. ഹാച്ചി ജബ് മര തബ് ബി ഉസ്കാ മാലിക് കെ ഇന്റസാർ മേ ബൈഠാ താ അല്ലെ. മരിക്കുന്ന സമയത്തും ഹാച്ചി എവിടെ എന്ത് ചെയ്യായിരുന്നു? തന്റെ യജമാനു വേണ്ടി, തന്റെ മാസ്റ്ററിന് വേണ്ടി കാത്തിരിക്കുകയാണ് ഹാച്ചി മരിച്ചത്. ഉസ്കാ സമർപ്പണ ഭാവ് ഉസേ ഖുലേ ഹാത്ത് മേ ഹം ദേഖ് സക്തേ ഹൈ. അതിന്റെ സമർപ്പണം, അതിന്റെ ഡെഡിക്കേഷൻ ആയിട്ടുള്ള ഒരു ഭാവം അല്ലെങ്കിൽ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഭാവം അല്ലെങ്കിൽ ഭാവമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിന്റെ കണ്ണുകളിലൂടെ നമുക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ, താങ്ക് യു.